ഞാൻ വിചാരിച്ചു ഒരു സെലിബ്രിറ്റി സ്പീക്കർ തന്നെ വേണമെന്ന്. കാര്യം കോവിഡിന് തുടങ്ങിയപ്പം മുതൽ ഇനി നമ്മൾ ഒരു പ്രധാന സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഒരു എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യേണ്ട അവസ്ഥയായിട്ടുണ്ട്. അപ്പോ ഞാൻ സെലിബ്രിറ്റി സ്പീക്കർ എന്ന് അതിശയോക്തിയായിട്ട് പറഞ്ഞതല്ല. ഡോക്ടർ ഡാനിഷ് സലീം വളരെ പ്രശസ്തനായ ഒരു എമർജൻസി ഫിസിഷ്യനാണ്. PRS ഹോസ്പിറ്റലിലെ അക്കാഡമിക് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് പുള്ളിക്കാരൻ. ഡോക്ടർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും UK-യിലും എഡ്യൂക്കേഷന് ശേഷമാണ് എമർജൻസി കൺസൾട്ടന്റായി സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി കോവിഡിന്റെ ഒരു മഹാമാരി നമ്മളെ അറ്റാക്ക് ചെയ്തപ്പോൾ ഒരു കോവിഡിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ട് ലൈൻ വാരിയർ എന്നായിരുന്നു ഡോക്ടർ ഡാനിഷ് സലീം. വളരെ പാനിക്കായ ഒരു ജനസമൂഹത്തിന് കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എത്തിക്കാനും അതുപോലെ എല്ലാരെയും അവെയർ ആക്കാനും ഡാനിഷ് എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോ ഇപ്പോഴും ഡാനിഷിന്റെ ആ ഒരു കോവിഡ് വാരിയർഷിപ്പ്, ഇപ്പം ഡാനിഷ് ഓൾറെഡി അബുദാബിയിലാണ്. ഡോക്ടർ ഡാനിഷ് ഇപ്പൊ അവിടുത്തെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വാക്സിനേഷന്റെയും കോവിഡിന്റെ ഒരു ഫ്രണ്ട് ലൈൻ വാരിയറുമാണ്. അതുപോലെ അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ ഫേമസ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്ക് കോവിഡ് വാക്സിനേഷൻ എന്താണ്, കോവിഡ് വാക്സിൻ എന്താണ്, അതുപോലെ അത് എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, എന്തൊക്കെ ടൈപ്പ് വാക്സിൻസ് ഇപ്പോഴുണ്ട്, ആരൊക്കെയാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്, ആർക്കൊക്കെ ഈ വാക്സിൻ എടുത്തുകൂടാ. അപ്പൊ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇനി യങ് ഏജ്, അതായത് നിങ്ങൾക്കുള്ള ഒരു 40 വയസ്സിൽ താഴെയുള്ള ഒരു വാക്സിനേറ്റ് ആവാൻ പോവുകയാണ്. അപ്പോ ഇറ്റ്സ് എ പ്രിവിലേജ് ആൻഡ് ഓണർ ടു വെൽക്കം ഡോക്ടർ Danish Salim. He's a very famous celebrity speaker, more than my friend. So welcome Dr. Danish, over to you. താങ്ക്സ് ആരോമൻ. ഇത്രയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ഓക്കെ. താങ്ക്സ് ഡോക്ടർ ആരോമൽ. ആക്ച്വലി എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടിൽ ഒരാളാണ് ഡോക്ടർ ആരോമൽ. നമ്മൾ ഒത്തിരി ഇൻ്റർവ്യൂ ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് വളരെ അടുത്തറിയാവുന്നതും അതുപോലെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് എൻ്റെ ആരോമൽ. അപ്പോൾ അതുകൊണ്ട് ആരോമൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് സംസാരിക്കാം എവിടെ വേണമെങ്കിലും. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ ഇതുപോലൊരു നല്ലൊരു പ്രോഗ്രാമാണ് ആക്ച്വലി ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്, കൂടുതൽ അവയർനെസ് കൊടുക്കാൻ. പ്രത്യേകിച്ചും ഈ കോവിഡ് വാക്സിൻ വന്നതിന് ശേഷം പിന്നെ പല തെറ്റിദ്ധാരണകളും പല ആളുകളുടെയും മനസ്സിലുണ്ട്. ആരെടുക്കാൻ പാടില്ല, എങ്ങനെയാണ് വാക്സിൻ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ വാക്സിൻ എടുത്തവരിലും കോവിഡ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും പല ആളുകളുടെയും മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ വാക്സിൻ ഷോർട്ടേജ് നമുക്ക് നല്ലോണം ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വാക്സിൻ ഷോർട്ടേജ് ഉള്ളപ്പോൾ പല ആളുകളുടെയും ചോദ്യമാണ്, ഞാൻ ഒരു ഡോസ് എടുത്തിട്ടുണ്ട്, ഈ ഒരു ഡോസ് മതിയാവുമോ, അങ്ങനെ ഒരു ചോദ്യമാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വരെ കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പോഴും കോവിഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ആ കൂടെ ഉള്ളൊരു വലിയൊരു കവചം കോവിഡ് വാക്സിൻ തന്നെയാണ്. അപ്പം ആ കണക്കുകളും അതുപോലുള്ള കാര്യങ്ങളും പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിന് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇതിൽ സംസാരിക്കാൻ പറ്റിയത് എൻ്റെ ഒരു പ്രിവിലേജ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 2 വാക്സിൻ ഇപ്പോൾ കറൻ്റ്ലി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് കോവിഷീൽഡും കോവാക്സിനുമാണ്. കോവിഷീൽഡ് ഏകദേശം 10 കോടി ആളുകൾക്ക് കൊടുത്ത പഠന റിപ്പോർട്ട് പുറത്തു വന്നു. അതിൻ്റെ അകത്ത് ഒരു ഡോസ് എടുത്തു കഴിഞ്ഞ് കോവിഡ് പോസിറ്റീവ് ആയവർ 17,000 ആൾക്കാർക്ക് അങ്ങനെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഒരു ഡോസ് എടുത്തിട്ടും കോവിഡ് ആയിട്ടുള്ളവർ 17,000 ആൾക്കാരാണ്. അത് ശരിക്കും 0.02% മാത്രം. ചിലപ്പോൾ മിസ്സായി പോകും, ചില ആളുകൾ പറയാതെയൊക്കെ റിപ്പോർട്ടിൽ വരാതിരിക്കാം. എന്നാലും അത് 0.1% താഴെ ആയിരിക്കും, 100% ഉറപ്പാണ്. കാരണം 0.02 എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു നമ്പറാണ്. അതിനകത്ത് 17,000 നമ്പർ വരുന്നത്. 10 കോടി ആളുകൾക്ക് ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം കണക്കുകൾ റിപ്പോർട്ട് കളക്ട് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്നത് 17,000 ആളുകൾക്ക് എന്ത് വന്നിട്ടുള്ളതാണ്, കോവിഡ് വന്നിട്ടുണ്ടെന്നുള്ള. അത് ചിലപ്പം ഒരു അണ്ടർ റിപ്പോർട്ടർ ആയിരിക്കാം. 0.1% വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതായത് 0.1% എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം ആളുകൾക്ക് വരെ ചിലപ്പോൾ വീണ്ടും അടുപ്പിച്ച് വരെയൊക്കെ നമുക്ക് വരാം വീണ്ടും കോവിഡ്. പക്ഷെ വരുന്നവരിൽ ഞാനിപ്പോൾ കോവിഡ് ICUലാണ്, അതുപോലെ കോവിഡ് ഡോക്ടേഴ്സിനും കോവിഡ് രോഗികളുമായിട്ട് ധാരാളം കാണുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് വാക്സിൻ എടുത്തിട്ട് കോവിഡ് വരുന്നവർക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ന്യൂമോണിയകൾ വരുന്നില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. വളരെ സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയയും അതുപോലെ വളരെ സിവിയർ ആയിട്ടുള്ള ഡെത്തിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിൻ ഇപ്പോൾ UAയിലൊക്കെ ഏകദേശം 100% അടുപ്പിച്ച് തന്നെ ആളുകൾക്ക് നമ്മൾ കോവിഡ് വാക്സിൻ കൊടുത്തു. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് കിൽഡ് വാക്സിനാണ് കൂടുതൽ ആൾക്കാർക്കും കൊടുത്തത്. കിൽഡ് വാക്സിനെ കുറിച്ച് ഏതൊക്കെ വാക്സിനാണെന്ന് പറയാം. അപ്പോൾ കിൽഡ് വാക്സിൻ എടുത്തവരിൽ വന്നവർക്ക് പോലും അങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ന്യൂമോണികളോ മറ്റു ഡെത്തോകളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊരു
വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം നമുക്ക് ഈ ഒരു മഹാമാരി എന്ന് തീരുമെന്നാണ് എല്ലാവരുടെയും ചോദ്യം. കാരണം ഒന്ന്, സാമ്പത്തികമായിട്ടും എല്ലാവരും തകർന്നിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഒത്തിരി നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾക്കാർക്ക് ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നു. പിന്നെ പേടിയാണ്, എല്ലാവർക്കും ഭയമാണ് ഇതൊരു തീർന്നു കിട്ടണമെന്നുള്ളത്. അപ്പോൾ തീർന്നു കിട്ടണമെങ്കിൽ നമ്മുടെ മുമ്പിൽ 4 വഴി മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് 60% പോപ്പുലേഷനിൽ വാക്സിൻ എടുക്കുകയും മിനിമം 60% ആളുകൾക്ക് പോപ്പുലേഷൻ എടുക്കുകയും അവരിൽ ആൻറ്റിബോഡി ഉണ്ടാകുകയും ചെയ്യുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആൻറ്റിബോഡി എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല, അവിടെയാണ് പ്രശ്നം. ചില ആളുകളിൽ വാക്സിൻ എടുത്തതിന് ശേഷം പോലും പൂർണ്ണമായ ആൻറ്റിബോഡി ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനി വാക്സിൻ എഫിക്കസി നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഡോസ് എടുത്താലും മതിയോ, കോവിഡ് പ്രൊട്ടക്റ്റഡ് ആവുമോ എന്നുള്ളതാണ് ആദ്യം. കാരണം ഇപ്പോൾ എല്ലാവരുടെയും സംശയം അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കോവിഷീൽഡ് 11 കോടി ആൾക്കാർക്ക് എടുത്ത റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് 10 കോടി ആളുകൾ ഫസ്റ്റ് ഡോസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡോസ് എടുത്തതിനകത്ത് 17,000 ആളുകൾക്ക് പോസിറ്റീവായി. അത് 0.02% ആണ്. കോവാക്സിൻ ആണെങ്കിൽ 93 ലക്ഷം ആളുകൾക്കാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഡോസ്. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 4200 പേർക്കാണ് പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും 0.04% ആണ്. അതും അണ്ടർ റിപ്പോർട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1% വരെ നമുക്ക്, അല്ലെങ്കിൽ 0.1% ആണ്. അത് ഹൈ എൻഡ് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ 1% ആണ്. പക്ഷേ 0.1% അകത്ത് നമുക്ക് നിർത്തുമെന്നാണ് കരുതുന്നത്. അപ്പം ഫസ്റ്റ് ഡോസ് എടുത്തവർക്കും പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് വ്യക്തമായി കാണിക്കുന്ന ഒരു എവിഡൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൽ പോയാലോ അല്ലെങ്കിൽ എവിടെ പോയാലും ഈ ഒരു റിപ്പോർട്ട് കിട്ടും. ഞാൻ എവിടെ നിന്നും പറഞ്ഞതല്ല. ഇത്രയും ഡോസ് എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഡോസ് എടുത്തവർക്ക് തന്നെ കോവിഡ് ന്യൂമോണിയ പ്രൊട്ടക്ട് ചെയ്യാനും കോവിഡ് മരണങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനും കഴിയും. ഒരു ഡോസ് എങ്കിലും നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള ചോദ്യം, എന്താണ് വാക്സിൻ? വാക്സിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 18ാം നൂറ്റാണ്ടിലൊക്കെ പല മരണങ്ങളും പല മഹാമാരികളും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലൊന്നും അല്ല. എപ്പോഴും അവിടെ ലൈഫ് സ്പാൻ വളരെ കുറവായിരുന്നു. 30 വയസ്സ് 40 വയസ്സൊക്കെ ആകുമ്പോൾ ആൾക്കാർ മരിക്കുകയാണ്. അതിന് കാരണം മഹാമാരികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് പല ശാസ്ത്രജ്ഞന്മാരും പല ഡോക്ടർമാരും ഓരോരോ ഈ വൈറസിനെ അല്ലെങ്കിൽ ബാക്ടീരിയയാണ് അന്നത്തെ പ്രശ്നം. ബാക്ടീരിയയൊക്കെ നിർവീര്യമാക്കിയതിന് ശേഷം ഈ പശുക്കളിലൊക്കെ കുത്തിവെച്ചപ്പം അവർക്കൊക്കെ ആന്റിബോഡി ഉണ്ടാവുന്നത് പോലെ കണ്ടു. ആ പശുക്കളിൽ ആ അസുഖം വരുന്നില്ല എന്ന് അവർ കണ്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ പല മരുന്നുകളും ആ സമയത്തുണ്ടായി. അങ്ങനെയാണ് പല ലൂയിസ് പാസ്റ്ററും അങ്ങനെയുള്ള പല മഹത് വ്യക്തികളുമാണ് ഇതുപോലുള്ള വാക്സിൻ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ മഹാമാരിയായിട്ടുള്ള വസൂരി പോലുള്ളത് പൂർണ്ണമായി ലോകത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ കഴിഞ്ഞത് ഈ വാക്സിനുകൾ വന്നതിന് ശേഷമാണ്. എന്താണ് വാക്സിൻ എന്ന് പറഞ്ഞാൽ അതൊരു മരുന്നേ അല്ല. നമ്മുടെ ശരീരത്തിൽ ഈ ബാക്ടീരിയ ആണെങ്കിൽ, ഈ വൈറസ് ആണെങ്കിൽ, ഈ ഫംഗസ് ഒക്കെ ഇതിനുള്ള ആന്റിബോഡി ചിലതിനാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇല്ല. കാരണം നമുക്കത് ശരീരത്തിൽ കിട്ടിയിട്ടില്ല. കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ അതിനെതിരെ ആന്റിബോഡി ഇല്ല. അപ്പോൾ ആന്റിബോഡി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആന്റിബോഡി ഉണ്ടാക്കണമെങ്കിൽ ഒറിജിനൽ വൈറസിനെ നമുക്ക് കുത്തിവയ്ക്കാൻ പറ്റില്ല. എന്നാൽ എന്ത് പറ്റും? നമുക്ക് അസുഖം വരും. നമുക്ക് സെയിം എന്ത് പ്രോബ്ലമാണോ ഉണ്ടാവുന്ന ആ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം? വൈറസിനെ നിർവീര്യമാക്കിയോ അല്ലെങ്കിൽ ബാക്ടീരിയ നിർവീര്യമാക്കി കൊന്നതിന് ശേഷം കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം, ചെറിയൊരു കഷ്ണം മാത്രം കൊടുക്കുക. ആ കഷ്ണം കൊടുത്താലും രോഗിക്ക് പ്രശ്നം വരാത്ത രീതിയിലുള്ള അത് കൊടുക്കാം. അങ്ങനെയുള്ള ടെക്നോളജീസാണ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. അപ്പം വാക്സിൻ എന്ന് പറയുന്ന മരുന്നല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പാർശ്വഫലങ്ങൾ അങ്ങനെ വലുതായിട്ട് ഉണ്ടാകില്ല. കാരണം ഇത് കൊന്നതിന് ശേഷം കിൽഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള വാക്സിനുകൾ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. നമുക്കുള്ളത് കോവാക്സിൻ ഉണ്ട്, കോവിഷീൽഡ് ഉണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ സ്പുട്നിക് എന്നുള്ള വാക്സിൻ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ 3 എന്താണെന്നുള്ള പറയാം. ആദ്യം കോവാക്സിൻ ഒരു കിൽഡ് വാക്സിൻ ആണ്. അതായത് പൂർണ്ണമായ ഒരു വൈറസിന് എടുക്കുക. ഒരു വൈറസ് എന്ന് ചെറിയ സാധനമാണ്, സൂക്ഷ്മജീവിയാണ്. അതിനെ നിർവീര്യമാക്കും, പവർ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അതിനെ കൊല്ലും. കൊന്നതിന് ശേഷം അങ്ങനെ കുറേ ഒരു വൈറസിനെ എടുത്തതിന് ശേഷം മനുഷ്യന്റെ ശരീരത്തോട് കുത്തിവെപ്പിച്ച്, അപ്പം ആ ചത്തതാണെങ്കിൽ പോലും അതിന്റെ പ്രോട്ടീനുകളും അതിന്റെ സാധനത്തിനെതിരെ ആന്റിബോഡി നമ്മുടെ ശരീരം ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഭാവിയിൽ ഒറിജിനൽ വൈറസ് കയറിയാലും അതിന്റെ തോടുകളെ പൊട്ടിക്കാനുള്ള ആന്റിബോഡി എൻ്റെ ശരീരത്തിൽ ഭടന്മാർ ഓൾറെഡി റെഡിയാണ്. അപ്പോൾ എന്ത് പറ്റും? ഈ വൈറസ് കയറിയ ഉടനെ ഇതിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് വാക്സിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു കോവാക്സിൻ എന്നുള്ളൊരു വാക്സിൻ. ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ കോവാക്സിൻ, ഭാരത് ബയോടെക് ഉണ്ടാക്കിയ കോവാക്സിൻ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോവിഷീൽഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കോവിഷീൽഡ് എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ ടെക്നോളജിയാണ്. കോവിഷീൽഡും സ്പുട്നിക്കും സെയിം ടെക്നോളജിയാണ്. അതൊരു വെക്റ്റർ വാക്സിനാണ്. എന്താണ് വെക്റ്റർ വാക്സിൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചിമ്പാൻസിയിലൊക്കെ ജലദോഷം ഉണ്ടാക്കുന്ന അഡിനോ വൈറസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? നിർവീര്യമാക്കാം ആദ്യം. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട്, ആ ഒരു വൈറസിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ ഒരു കൊറോണ വൈറസിൻ്റെ നമ്മുടെ ശരീരത്തിൽ അറ്റാച്ച് ആവുന്ന സ്പൈക്ക് പ്രോട്ടീൻ എന്നൊരു സാധനമുണ്ട്, ഒരു കൊമ്പ് പോലത്തെ സാധനം. അതിനെ നമ്മൾ ഇളക്കിയെടുത്ത് ഈ അഡിനോ വൈറസിൻ്റെ അവിടെ ആഡ് ചെയ്തിട്ട് ശരീരത്തിൽ കുത്തിവെപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ആ സ്പൈക്ക് പ്രോട്ടീനെതിരെയുള്ള ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭാവിയിൽ വൈറസ് കയറിയാലും ഈ സ്പൈക്ക് പ്രോട്ടീനെതിരെ ആന്റിബോഡി ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ
പ്രവർത്തിക്കുക. അപ്പോൾ ഇതാണ് ഈ ആസ്ട്രാസെൻക, അതായത് നമ്മുടെ ഓക്സ്ഫോർഡ്, UK ഓക്സ്ഫോർഡിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ആസ്ട്രാസെൻക എന്നുള്ളൊരു കമ്പനിയും കൂടെ ചേർന്നിട്ടാണ് ഈ കോവിഷീൽഡ് എന്നുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിച്ചത്. അതിന് പേര് UK ചഡോക്സ് എന്നാണ് പേര്. പക്ഷേ ഇന്ത്യയിൽ അത് നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ജോയിൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേര് കോവിഷീൽഡ് എന്നാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോവിഷീൽഡ് എന്ന് പറഞ്ഞൊരു വെക്ടർ വാക്സിനാണ്. ഈ നമ്മുടെ റഷ്യയിൽ നിന്ന് വരുന്ന സ്പുട്നിക് ഒരു വെക്ടർ വാക്സിനാണ്. ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇനി തീരുമാനിക്കാം, ഇത്രേ പറയാൻ പറ്റൂ. കാരണം രണ്ടിൻ്റെ എഫിക്കസി 70 to 85% ആണ്. അതായത് വാക്സിൻ ഞാൻ ഇതിൽ ഏതെങ്കിലും വാക്സിൻ എടുത്താൽ എനിക്ക് വാക്സിൻ കാരണം പ്രൊട്ടക്ഷൻ കിട്ടുന്നത് 70% അല്ലെങ്കിൽ 80% ഉള്ളൂ. അപ്പോഴും 20-25% നിങ്ങൾക്ക് അസുഖം വരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വീണ്ടും മാസ്കുകൾ ധരിക്കണം, അതുപോലെ വീണ്ടും ബാക്കി സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യണം. ഇത് എപ്പോഴാണ് എഫക്റ്റീവ് ആവുന്നത്? പിന്നെ എന്തിനാണ് വാക്സിൻ എടുക്കുന്നത് പല ആളുകളും ചോദിക്കും. എപ്പോഴാണ് എഫക്റ്റീവ് ആവുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു 10 കോടി, ഇപ്പോൾ 10 കോടി ആൾക്ക് എടുത്തെന്ന് വിചാരിച്ചോ, നമ്മളൊരു 130 കോടി ജനങ്ങൾക്ക് എടുത്തു. അതിൻ്റെ അകത്ത് 60% ആളുകൾക്കും അവരുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകുകയാണെങ്കിൽ ഇത് സ്പ്രെഡ് ആകില്ല. ഇപ്പം എനിക്ക് ആൻറ്റിബോഡി ഉണ്ട്, എൻ്റെ കൂടെ ഒരു 10 ആൾക്കാരുണ്ട്, അവരെല്ലാവരും ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ അസുഖം വരുന്നു, എൻ്റെ ബോഡിയിലോട്ട് വൈറസ് കയറുന്നു, എൻ്റെ ബോഡിയിൽ വൈറസിനെ ഫൈറ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡി ഉണ്ട്, അപ്പോൾ ഫൈറ്റ് ചെയ്യും, അതിനെ തോൽപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ആരിലോട്ട് സ്പ്രെഡ് ആവുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളും ഓട്ടോമാറ്റിക്കലി സേഫ് ആവുകയാണ്. കാരണം എന്താണ്, ഞാൻ പ്രൊട്ടക്ട് ആയതുകൊണ്ട് എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകുന്നില്ല. അങ്ങനെ 10 ആളുകൾ കിടന്നാൽ 15ാമത് ആൾ 11, 12, 13, 14, 5 അവർക്ക് അസുഖം വരില്ല. കാരണം ഈ പ്രൊട്ടക്ഷൻ ഇവിടുന്ന് തന്നെ കിട്ടും. അതിനാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഒരു കൂട്ടത്തിനുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി. ആ ഇമ്മ്യൂണിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരു 60% പോപ്പുലേഷൻ ഒന്നില്ലെങ്കിൽ അസുഖം വന്നു പോകണം. അസുഖം വന്നു പോകുന്നത് വളരെ ഡേഞ്ചറസ് ആണ്, മരണം വളരെ കൂടുതലാവും. കാരണം നമ്മൾ ഈ കാണുന്നത് ആക്ച്വലി ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ശരിക്കും ഉള്ള വേവ് ഇനി വരാൻ പോവുകയാണ്. അത് നമ്മൾ വളരെ മുന്നോട്ട് കാണണം. നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രിക്കോഷൻ മെഷേഴ്സും, കോവിഡ് വന്നാൽ എന്ത് ചെയ്യണം, കോവിഡിൻ്റെ അപകട സൂചനകൾ എന്താണ്, എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട്, ഏതൊരു രാത്രിയിൽ എപ്പോൾ വിളിച്ചാലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയുടെ തകർച്ച ഉടനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇറ്റലിയിൽ തകർന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലും തകരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറ്റലി വളരെ സ്ട്രോങ് ഈ ഒരു മാൻ ടു ഹെൽത്ത് റേഷ്യോ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോലും വളരെ വേഗത്തിൽ കേസ് ഉയർന്നപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല, ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ രീതിയിൽ നമ്മളിപ്പോൾ പ്ലാൻഡ് ആണ്, ഫാർ ബെറ്റർ പ്ലാൻഡ് ആണ്. മറ്റ് രാജ്യങ്ങളിൽ വന്നപ്പോൾ നമ്മൾ അറിയായിരുന്നു. പക്ഷെ അതിനെയും കാട്ടും നമ്മൾ ഇപ്പോഴത്തെ സ്പീഡ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ താളം തെറ്റാൻ സാധ്യതയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളത് പറഞ്ഞിരിക്കട്ടെ. ഇനി അടുത്ത ചോദ്യം, ബാക്കിയുള്ള വാക്സിനുകൾ ഫൈസർ ഉണ്ട്, പിന്നെ അതുപോലെ മൊഡേണ ഉണ്ട്. പിന്നെ ആ 2 ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് മൊഡേണയും ഫൈസറും ഒരു mRNA ടെക്നോളജിയാണ്. നമ്മുടെ ശരീരത്തിൽ ഈ വൈറസുകൾ പോയതിനു ശേഷം ഒരു കോഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാക്കാം, ആ കോഡ് ഉണ്ടാക്കാം. ആ കോഡിനെ ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് mRNA, മെസഞ്ചർ RNA എന്നുള്ളൊരു ടെക്നോളജിയാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന കോഡ് നമ്മൾ ശരീരത്തിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിനെതിരെയുള്ള ഇപ്പോൾ ഒരു കോഡ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം റൺ ചെയ്യും കമ്പ്യൂട്ടറിൽ. അതുപോലെ ഒരു കോഡ് നമ്മുടെ ശരീരത്തിൽ കൊടുത്തു കഴിയുമ്പോൾ ശരീരം തന്നെ ആ കോഡിനെതിരെയുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടീനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പം വൈറസിൻ്റെ കണികകളോ അകത്തോട്ട് അധികം കൊടുക്കണ്ട, അല്ലാതെ തന്നെ ഈ ഒരു കോഡ് കൊണ്ട് തന്നെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് ഇത്. ആദ്യമായിട്ടാണ് അതായത് കോവിഡിനെതിരെയാണ് ആദ്യമായിട്ട് mRNA ടെക്നോളജി ഇറക്കിയിരിക്കുന്നത്. ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങൾക്കെതിരെയുള്ള മരുന്നുകൾ ഉടനെ വരാൻ സാധ്യതയുണ്ട്. കാരണം mRNA ടെക്നോളജി അത്ര വലിയൊരു കണ്ടുപിടുത്തമാണ്. വളരെ വേഗത്തിൽ നമുക്ക് ഫാക്ടറികളും വളരെ വേഗത്തിൽ വാക്സിനുകളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് mRNA. വളരെ കുറച്ച് മാത്രം മതി. പിന്നെ അതുപോലെ ഈ സൂക്ഷിക്കാനൊക്കെ ഇപ്പോൾ പ്രയാസമാണ്. കാരണം -°C സൂക്ഷിക്കേണ്ടതാണ്, -70°C സൂക്ഷിക്കണം. അപ്പം തണുപ്പുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ഈ ഫൈസറും മൊഡേണയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫൈസറും മൊഡേണയുടെയും എഫിക്കസി ഇതുപോലെയൊക്കെ തന്നെയാണ്. ഏകദേശം 70 to 85% തന്നെയാണ്. ഞാൻ എടുത്തവരെ എനിക്കറിയാം. പിന്നെ പല ആൾക്കാരുടെയും ചോദ്യമാണ്, ആരാണ് കോവിഡ് വാക്സിൻ എടുക്കാൻ പാടില്ലാത്തത്? ജനറലായിട്ട് പറയുവാണെങ്കിൽ എടുക്കാൻ പാടില്ലാത്ത വ്യക്തി, കോവിഡ് ഉള്ള വ്യക്തികൾ വാക്സിൻ എടുക്കാൻ പാടില്ല. അതായത് എന്തുകൊണ്ടത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, എടുത്താലും ഒന്നും സംഭവിക്കില്ല. എന്താണ് എടുക്കാൻ പാടില്ലാത്തത്? കോവിഡ് ഉള്ള രോഗിയിൽ ഓൾറെഡി അവരുടെ ശരീരത്തിൽ ഒരു വലിയ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫൈറ്റ് നടക്കുകയാണ്. വൈറസും അതുപോലെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളൊരു വാക്സിൻ കൊടുത്ത് വീണ്ടും ശരീരത്തിന് ഒരു പരീക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. അല്ലാതെ കോവിഡ് അറിയാതെ കോവിഡ് ലക്ഷണമില്ല,
പക്ഷെ വാക്സിൻ എടുത്ത് പിറ്റേ ദിവസം കോവിഡ് പോസിറ്റീവ് ആയി, ഒന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് ലക്ഷണമില്ല, നിങ്ങൾ ഓൾറെഡി ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ അറിയാതെ കോവിഡ് വാക്സിൻ എടുത്താൽ ഒന്നും പറ്റില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒത്തിരി ഇൻസിഡന്റ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തിനെടുക്കില്ല എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. എന്തിനെടുക്കാത്തത്, നമ്മൾ ഓൾറെഡി ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് ശരീരം ഓൾറെഡി ക്ഷീണിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഒരു സാധനവും കൂടെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആരാണ് എടുക്കാൻ പാടില്ലാത്തത്? ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് പഠന റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് പഠന റിപ്പോർട്ട് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അവർക്ക് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സിൻ്റെ താഴോട്ടുള്ളവർക്കും ഇതുവരെ പഠന റിപ്പോർട്ട് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് അവർക്കും എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാറ്റഗറിയും തൽക്കാലം എടുക്കേണ്ടെന്ന് പറയാം. 18 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള താഴോട്ടുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ അതിൻ്റെ പബ്ലിഷ് ചെയ്താൽ അവർക്കും എടുക്കാൻ പറ്റും. അതുപോലെ പാല് കൊടുക്കുന്ന അമ്മമാരുടെയും പഠന റിപ്പോർട്ട് പബ്ലിഷ് ആയിട്ടില്ല. പക്ഷേ ഇവിടെ പല രാജ്യങ്ങളിലും, ഇപ്പം വിദേശത്തും പല രാജ്യങ്ങളിലും പാല് കൊടുക്കുന്ന അമ്മമാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവർ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു സൈഡ് എഫക്റ്റ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം കോവിഡ് വന്ന് ക്രിട്ടിക്കൽ ആവുന്നതിനെക്കാട്ടും നല്ലത് കോവിഡ് വരാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും കൊടുക്കുന്നുണ്ട്. ഇനി കൊടുക്കാൻ പാടില്ലാത്ത ഈ വാക്സിൻ അലർജി ഉള്ളവർ, ചില കുറെ പേര് ചോദിക്കുന്നത് എനിക്ക് ടെസ്റ്റ് അലർജി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ചില മരുന്നുകളുടെ അലർജി ഉണ്ട്, അങ്ങനെയുള്ള ഒരു വലിയ പെർസെന്റേജ് ആൾക്കാരുണ്ട്. അവർക്ക് ഈ വാക്സിൻ സേഫ് ആണ്. അപ്പോൾ അത് തെറ്റായിട്ട് ആൾക്കാർ എടുക്കും, അതാണ് പ്രശ്നം. നമ്മൾക്ക് അലർജി നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് അലർജി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മരുന്ന് കഴിക്കും, പാരസെറ്റമോൾ അല്ലെങ്കിൽ ഒരു മെഫിനമിക് ആസിഡ് മരുന്ന് കഴിക്കുന്നു. കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ചെറിയ ചൊറിച്ചിലുണ്ടാകുന്നു, ചെറിയ തടിച്ചിലുണ്ടാകുന്നു, അതായത് ശരീരത്തിന് ഒരു ചൊറിച്ചിലുണ്ടാകും, അല്ലെങ്കിൽ ഒരു ജലദോഷം പോലെ മൂക്കിൽ നിന്ന് വെള്ളം വരിക. ഇത് മൈൽഡ് അലർജിയാണ്, വേറെ ഒരു പ്രശ്നവുമില്ല. ഇവർക്ക് എന്തായാലും ഇവർക്ക് വാക്സിൻ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി മോഡറേറ്റ് അലർജി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കൂടെ നിൽക്കുക, പിന്നെ ചുണ്ടൊക്കെ ഒന്ന് തടിക്കുക, അതുപോലെ നല്ലവണ്ണം കഴുത്തിൽ ചൊറിച്ചിൽ, കഴുത്തിൽ ചെറിയ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ വരുന്നതൊക്കെ മോഡറേറ്റ് അലർജിയാണ്. ഇവർക്കും വാക്സിൻ എടുക്കാം, കുഴപ്പമില്ല. ഇനി സിവിയർ അലർജി ഉണ്ട്, അനഫൈലാക്സിസ് നമ്മൾ വിളിക്കുന്ന അലർജി. അതെന്ന് പറഞ്ഞാൽ BP കുറയുക, കുഴഞ്ഞു വീഴുക, ശ്വാസം മുട്ടലുണ്ടാവുക, ഏതെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മരുന്ന് കഴിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം ആളുകൾ ഒരു ശ്രദ്ധിച്ചെടുക്കാവൂ. അവരെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അവരോട് 12 മണിക്കൂർ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യിപ്പിച്ച് അവർക്ക് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കൊടുത്ത മിക്ക ആളുകൾക്കും അങ്ങനെ അലർജി ഉണ്ടാവുന്നില്ല. ഇത്തരം സിവിയർ അനാഫിലാക്റ്റിക് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല ഡോക്ടേഴ്സും ഞങ്ങളുടെ അടുത്ത് വന്ന് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ 12 മണിക്കൂർ അവരുടെ അടുത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇവർക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതാണ് ഡോക്ടർ ആരോമൽ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം. ഇപ്പം പല മിസ്സായിട്ട് എടുക്കും, ഇന്റർപ്രിട്ടേഷൻ മിസ്സായിട്ട് എടുക്കും. സിവിയർ അനഫൈലാക്സിസ് ഉണ്ടായവർ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാത്തവർക്കെല്ലാം വാക്സിൻ എടുക്കാം. പിന്നെ പല ചോദ്യമുണ്ട്, ബൈപ്പാസ് ഉള്ളവർക്ക് എടുക്കാവോ, ക്യാൻസർ ഉള്ളവർക്ക് എടുക്കാവോ, ഇമ്മ്യൂണോസപ്രസൻസ് കഴിക്കുന്നവർക്ക് എടുക്കാവോ, സ്റ്റീറോയിഡ് കഴിക്കുന്നവർക്ക് എടുക്കാവോ, പ്രമേഹം ഉള്ളവർക്ക് കഴിക്കാവോ, പിന്നെ കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് എടുക്കാവോ, ലിവർ ഫെയിലിയർ. ഇത് സ്ഥിരമായിട്ട് എനിക്ക് വരുന്ന ചോദ്യമാണ്. പ്രമേഹം എല്ലാവർക്കും എടുക്കാം, ഇവർക്കെല്ലാം വാക്സിൻ എടുക്കാൻ കുഴപ്പമില്ല. കാരണം കോവിഡ് വന്ന് ന്യൂമോണിയ വരുന്നത് വളരെ വിഷമകരമാണ്. കാരണം എൻ്റെ ബ്രദറിനെ പോലെ ഞാൻ കാണുന്ന ഒരു വ്യക്തിയുണ്ട്, ഇവിടുത്തെ ഒരു ഡോക്ടറാണ്, വലിയ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് ആക്ച്വലി ഇപ്പോൾ കോവിഡ് വന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത്രമാത്രം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം പുള്ളി പറഞ്ഞ് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല ഡാൻഷ്, ഞാൻ ഓക്സിജനിലാണ്. പക്ഷേ പിന്നെ ഹീസ് ഫൈറ്റിംഗ് ഹാർഡ്. അപ്പോൾ പുള്ളി ഇമ്പ്രൂവ് ആവും, നമ്മൾ മാക്സിമം കെയർ എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും കോവിഡ് വന്നവർക്കേ അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിയവർക്ക് മാത്രമേ അത് ശരിക്കും അറിയുള്ളൂ. അതുകൊണ്ട് വാക്സിൻ എടുക്കണം. നിങ്ങൾ ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള മെസ്സേജ് വീഴരുത്. കാരണം ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ കാണുന്ന ഡോക്ടർ ആരോമൽ എല്ലാവരും എടുത്തിട്ടുണ്ട്. ഇവരെല്ലാം വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇവർക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പം 1-2 റിപ്പോർട്ടുകൾ എവിടെയെങ്കിലും വന്നത് അത് നെഗറ്റീവായിട്ട് ആൾക്കാർ ഇറക്കുന്നത് അത് കാര്യമാക്കണ്ട. കാരണം ഇവിടെ കണ്ടൊരു 10 കോടിയും 93 ലക്ഷമൊക്കെ എടുത്ത ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. വേറെ എന്തോ ആരോമൽ ചോദിക്കാൻ പോയെന്തോ. രണ്ടാമത് ഈ പാർശ്വഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ റയറായിട്ടാണ് ഒക്കർ ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോ എന്തൊക്കെ പാർശ്വഫലങ്ങൾ വളരെ റയറായിട്ട് വരാം. അപ്പൊ എന്തൊക്കെയാണ് ഡാനിഷിന്റെ ഒബ്സർവേഷൻ വന്നിട്ടുള്ള പാർശ്വഫലങ്ങൾ റയറായിട്ട്? നമുക്ക് 8 പാർശ്വഫലങ്ങളാണ് സാധാരണ ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്ത ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിൻ ബ്രാഞ്ചാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെല്ലാവരും പാർട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഏറ്റവും കോമൺ സൈഡ് എഫക്റ്റ് ക്ഷീണമാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ എടുത്തതിന് ശേഷം. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു വൈറൽ പനി പോലെയാണ്, നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെറിയ ക്ഷീണം വരും, അതാണ് ഏറ്റവും കോമൺ. പിന്നെ ജോയിൻറ്റ് പെയിൻ ഉണ്ട്, ശരീരവേദന, പിന്നെ അതുപോലെ തന്നെ
പനി മിക്ക ആളുകളിലും ഉണ്ടാകുന്നുണ്ട്. ഒരാഴ്ചക്കകത്ത് പനി വരാറുണ്ട്. പിന്നെ എടുത്ത ഭാഗത്ത് വേദന, തലവേദന, പിന്നെ അതുപോലെ ഛർദിയും വയറുവേദനയും വയറിളക്കവും വളരെ കുറച്ച് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി ഒരു നോട്ട് കോമൺ, ബട്ട് ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളാണ്. തലവേദന, ശരീരവേദന, ഈ എടുത്ത ഭാഗത്ത് വേദന, പനി, പിന്നെ ക്ഷീണം. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രശ്നം. പക്ഷേ ഇതൊക്കെ കൊറോണ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോവിഡ് ന്യൂമോണിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു 0.001% പോലും നമ്മൾക്ക് ബുദ്ധിമുട്ടല്ല. അപ്പം അതുകൊണ്ട് ഇതെടുക്കുക. ഇനി ഇത് മാറ്റാനുള്ള ടെക്നിക്ക് അതൊക്കെ പറയാം. വേറെന്തോ പറയാൻ പോയായിരുന്നു. ഓക്കെ, വാക്സിൻ. ഓക്കെ, അടുത്ത് ചോദിച്ചോളൂ ആരാ, വേറെന്താ? അപ്പോൾ ഡാനിഷ്, ഒരു വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വാക്സിൻ എടുക്കുന്നതോടൊപ്പം തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മാസ്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അത് കൂടാതെ ഒരു വാക്സിനേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? വാക്സിൻ എടുത്തിട്ട് ചെയ്തുകൂടെ എന്തൊക്കെ ചെയ്യാം? ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ആക്ച്വലി വാക്സിൻ ഇതുവരെ കിട്ടിയവർ ശരിക്കും ഭാഗ്യവാന്മാരാണെന്ന് പറയാം. കാരണം പല ആളുകളും നമുക്ക് ചോദിക്കുകയാണ് ആക്ച്വലി വാക്സിൻ കിട്ടുമോ എന്ന്. വാക്സിൻ കിട്ടും. ഇന്ത്യയിൽ അതിനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം അറിയാം. ഉടനെ തന്നെ വാക്സിൻ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും കിട്ടും. പക്ഷേ അപ്പോഴും ഷോർട്ടേജ് കാണും. കാരണം നമുക്ക് നമ്മുടെ പോപ്പുലേഷൻ മനസ്സിലാക്കണം. 139 കോടി ജനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ കിട്ടും. ഒരു ഡോസെങ്കിലും എടുത്താൽ തന്നെ നമ്മൾ ഒരുവിധം നമുക്ക് കോവിഡ് ന്യൂമോണിയ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഡോസെങ്കിലും നിങ്ങൾ എടുക്കുക. സെക്കൻഡ് ഡോസിന് വേണ്ടി നിങ്ങൾ അധികം പ്രയാസപ്പെടേണ്ട. തൽക്കാലം അറ്റ്ലീസ്റ്റ് 1 ഡോസെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. കാരണം ഫൈസർ ആണെങ്കിലും പല കമ്പനികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിലെല്ലാം പറയുന്നത് ഒറ്റ ഡോസിൽ തന്നെ നമുക്ക് ഏകദേശം പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ്. ഞങ്ങളുടെ ഇവിടെയും പല ആളുകൾക്ക് നമ്മൾ ഒറ്റ ഡോസ് എടുത്തവർക്ക് തന്നെ ന്യൂമോണിയ വരുന്നത് വളരെ കുറവാണ്. 2 ഡോസ് എടുത്താൽ വളരെ നല്ലത്, ഒറ്റ ഡോസെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം അനോമൽ ഒന്നുകൂടെ ചോദ്യം ഒന്ന് ആവർത്തിക്കായിരുന്നു. അതായത് വാക്സിൻ എടുത്തതിന് ശേഷം നോർമൽ ഹാബിറ്റുകൾ, സ്മോക്കിംഗ് ഉണ്ടാവും, അതുപോലെ അൽക്കഹോളിസം ഉള്ളവരുണ്ട്. അപ്പൊ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്തൊക്കെ ചെയ്തുകൂടാ? അതുപോലെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ശരി, അത് ഒത്തിരി ആൾക്കാർ ചോദിക്കുകയാണ് ആക്ച്വലി വാക്സിൻ എടുത്താൽ മദ്യപിക്കാമോ, സിഗരറ്റ് വലിക്കാമോ, പിന്നെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്കൊരു വൈറൽ പനി വന്നാൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഇവിടെയും പാലിക്കുക. വൈറൽ പനി വന്ന ഡോക്ടർ പറയും എന്താണ്, നിങ്ങൾ മദ്യപിക്കരുത്, നല്ലോണം ഉറങ്ങുക, മദ്യപിക്കരുത്, ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള എല്ലാം കാര്യം പറയും. അതിന്റെ കാരണം എന്താ? നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ശരീരത്തിന് ഈ വൈറസിനെതിരെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്താൽ നമ്മുടെ പ്രതിരോധ ശക്തി ഒന്ന് കുറയും. അതുപോലെ തന്നെയാണ് വാക്സിൻ എടുക്കുന്ന സമയത്തും എന്താ സംഭവിക്കുന്നത്? വാക്സിൻ എടുത്ത സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ ആന്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ വരുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് നമുക്ക് പനിയൊക്കെ ചിലപ്പോൾ വരുന്നത്. പനി വന്നില്ല എന്ന് പറഞ്ഞ് വാക്സിൻ പ്രവർത്തിക്കില്ല എന്നുള്ളതോ ഇല്ല. ചില ആളുകളിൽ പനി ഉണ്ടാവില്ല. 30% ആളുകളിൽ ഒരു വാക്സിൻ എടുത്തതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബാക്കി 70% ആളുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ. എനിക്ക് ചെറിയ തലവേദന ഉണ്ടായിരുന്നു. എൻ്റെ വൈഫിനൊന്നും ഒരു സിംറ്റംസും ഇല്ലായിരുന്നു. എൻ്റെ ബ്രദറിനൊക്കെ ജോയിന്റ് പെയിനും മറ്റു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടർ ആരോമലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? എനിക്ക് വാക്സിൻ എടുത്തതിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് ഡോസ് ഞാൻ 2 ഡോസും കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ ഏർലി സ്റ്റേജിലെ എടുത്തത്. ഞാനും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു എടുക്കുന്ന ദിവസം. കാര്യം ഒരാഴ്ചത്തെ എന്റെ ക്ലിനിക്കൽ വർക്കിന്റെ പേടിയുണ്ട്. പക്ഷെ എടുത്തതിന് ശേഷം ഒരു ചെറിയ ബോഡി പെയിൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം 2 ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു തലവേദന. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. സെക്കൻഡ് ഡോസ് വളരെ കംഫർട്ടബിൾ ആയത് അറിഞ്ഞു പോലുമില്ല. സെക്കൻഡ് ഡോസ് എനിക്ക് മിക്കവാറും ഹെഡേക്ക് ചിലപ്പം ഇതായിരിക്കും, സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതായിരിക്കാം. അപ്പോൾ എനിക്ക് തലവേദന ഉണ്ട്, പക്ഷേ ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. മരുന്ന് കഴിക്കാതെ തന്നെ എൻ്റെ തലവേദന മാറി. അപ്പോൾ ഇതാണ് എനിക്കുണ്ട്. അപ്പം എൻ്റെ മിക്ക സുഹൃത്തുക്കളും പറയുന്ന ചെറിയ ജോയിന്റ് പെയിനും ക്ഷീണവും ഒക്കെ തന്നെയാണ്, അല്ലാതെ ബുദ്ധിമുട്ടില്ല. പക്ഷേ ക്ലാസിക്കലായിട്ടുള്ള ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാക്സിൻ എടുത്തവരിൽ ന്യൂമോണിയ വരുന്നത് വളരെ കുറവും വാക്സിൻ എടുക്കാത്തവരിൽ വളരെ ക്രിട്ടിക്കൽ ന്യൂമോണിയ വരുന്നുണ്ട്, നല്ല ക്രിട്ടിക്കൽ ന്യൂമോണിയ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിൻ നമ്മൾ പാർശ്വഫലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം പാർശ്വഫലങ്ങൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി? പാർശ്വഫലങ്ങൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഈ സമയത്ത് പുകവലിയോ അതുപോലെ മദ്യപാനോ പാടില്ല കുറച്ച് ദിവസത്തേക്ക്. പ്രതിരോധ ശക്തി കുറയാതിരിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ഉറങ്ങണം. പാരസെറ്റമോൾ എന്നുള്ള ഗുളിക വാങ്ങിച്ച് കൈവയ്ക്കുക. ശരീരവേദനയോ പനിയോ തലവേദനയോ ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കഴിക്കേണ്ട ആവശ്യമില്ല. അത് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ പാരസെറ്റമോൾ കഴിക്കേണ്ടത്, നിങ്ങൾക്ക് നല്ല തലവേദനയോ നല്ല പനിയോ ഉണ്ടെങ്കിൽ 1 ഗ്രാം കഴിക്കാം. 1 ഗ്രാം, അതായത് 1000 മില്ലിഗ്രാം ആണ് 1 ഗ്രാം. അത് 500 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ മതിയാവും.
എല്ലാ 6 മണിക്കൂർ കൂടുമ്പോഴും കഴിക്കാം. മാക്സിമം നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നത് 4 ഗ്രാമാണ്. അപ്പോൾ അത് ഡോസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 650 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 500 കഴിച്ചാൽ മതിയാവും. ഇതാണ് പാരസെറ്റമോൾ. ഇത് നമുക്ക് ശരീരവേദനയ്ക്ക് ഉപയോഗിക്കാം, പനിക്ക് ഉപയോഗിക്കാം, ജോയിൻറ്റ് പെയിൻ ഉപയോഗിക്കാം, കയ്യിൽ വേദന ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇനി കയ്യിൽ വേദന ഉണ്ടെങ്കിൽ നമ്മൾ കൈ അനക്കാതിരിക്കരുത്, കൈ മാക്സിമം അനക്കണം. അതാണ് ഏറ്റവും കാര്യം. സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കയ്യിൽ ചെയ്യാം. കയ്യിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ ഒരു തുണി നനച്ച് ഐസ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആ ഭാഗത്ത് വെച്ച് കൊടുത്താൽ വേദന കുറയും. പിന്നെ ഇച്ചിരി ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുക, അപ്പം അതും കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കൈയുടെ വേദന മാറ്റാൻ പറ്റും. പാരസെറ്റമോൾ എന്നുള്ള ഗുളിക കഴിച്ചാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഏത് കയ്യിൽ എടുക്കണമെന്നൊന്നുമില്ല, ലെഫ്റ്റിലോ റൈറ്റിലോ എടുക്കാം, ഒരു കുഴപ്പമില്ല. ആദ്യത്തെ ഡോസ് ലെഫ്റ്റിൽ എടുത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡോസ് റൈറ്റിൽ എടുത്ത് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിലോട്ട് ആ സാധനം എത്തിയാൽ മാത്രം മതി. മെൻസസുമായിട്ടൊന്നൊരു ബന്ധമില്ല. ഫീമെയിൽസിന് എപ്പോൾ വേണമെങ്കിലും വാക്സിൻ എടുക്കാം. അത് ഒരു ബന്ധമില്ലാത്തൊരു തെറ്റിദ്ധാരണയാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു എല്ലാം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. എല്ലാ പോയിന്റും ഡാനിഷ് കവർ ചെയ്തു. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ ഡാനിഷ് ബിസിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മുടെ ഇവർക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഒരു പനി ഇപ്പൊ വന്നാൽ, ഇപ്പോ വാക്സിനേഷൻ നടക്കുന്നതേ ഉള്ളൂ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ബെഡ്സിന്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പൊ വളരെ ചെറുതായിട്ടെങ്കിലും എപ്പോ ആശുപത്രിയിൽ പോകണം, എന്തൊക്കെ പ്രിക്കോഷൻ വീട്ടിൽ ഇരുന്ന് എടുക്കാം ഒരു കോവിഡ് സസ്പെക്ട് ആയി കഴിഞ്ഞാൽ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കൊടുത്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏത് പനി വന്നാലും അത് കോവിഡായിട്ട് ചിന്തിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ സേഫ്റ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ കോവിഡിലുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, മണം കിട്ടാതിരിക്കുക, സ്വാദ് കിട്ടാതിരിക്കുക, വയറിളക്കം, ശരീരവേദന, തലവേദന, ക്ഷീണം. ഈ 9 ലക്ഷണങ്ങളാണ് കോവിഡിന് സ്ഥിരമായിട്ടുണ്ടാകുന്നത്. ഇതിനകത്ത് 1, 2, 3 വെച്ചിട്ടാണ് വരുന്നത്. എല്ലാം ഉണ്ടെങ്കിൽ ആക്ച്വലി കുഴപ്പമൊന്നുമില്ല, മാറിക്കോളും, പേടിക്കാനൊന്നുമില്ല. സാധാരണ വളരെ റെയർ ആയിട്ടാണ് 9 ലക്ഷണങ്ങൾ ഒരു രോഗിയിൽ കാണുന്നത്. ഇത് നമ്മുടെ വൈറൽ ലോഡിനനുസരിച്ചാണ് ലക്ഷണം വരുന്നത്. ഇപ്പം എൻ്റെ ശരീരത്തിൽ 50 വൈറസ് കയറിയാൽ ചിലപ്പോൾ ചെറിയ ലക്ഷണങ്ങളെ ഉണ്ടാവുള്ളൂ. എൻ്റെ ശരീരത്തിൽ 50,000 വൈറസ് കയറിയാൽ ഉടനെ ലക്ഷണങ്ങൾ ഉണ്ടാവും. അത് ബുദ്ധിമുട്ട്. പിന്നെ അത് മാത്രം എൻ്റെ ഇമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 50 വൈറസ് കയറിയ ഒരു വ്യക്തിയിൽ എൻ്റെ പ്രതിരോധശക്തി വളരെ കുറവാണെങ്കിൽ 5,000ൻ്റെ എഫക്റ്റ് കാണിക്കും. 50,000 കയറിയ ഒരാളുടെ പ്രതിരോധശക്തി വളരെ നല്ലതാണെങ്കിൽ ചിലപ്പോൾ 5,000ൻ്റെ എഫക്റ്റേ കാണുള്ളൂ. അതും പ്രധാനപ്പെട്ട. ഈ 2 കാര്യം കൂടെ ഉള്ള ഒരു കോംപ്രമൈസ് ആണ് നമുക്ക് കാണിക്കുന്ന സിംറ്റംസും ബാക്കി കാണുന്ന ലക്ഷണവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലോഡ് കുറയ്ക്കണം. ലോഡ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഡബിൾ മാസ്കിംഗ് ആണ് ഏറ്റവും നല്ല മെത്തേഡ്. കാരണം നിങ്ങൾ N95 വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സർജിക്കൽ, ഞാൻ പണ്ട് മുതലേ ഞാൻ 6-8 മാസം എനിക്കൊന്നും ആരോമലായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ പറയുന്നതാണ്, ഈ മാസ്ക് ഉപയോഗിച്ച് ശീലിക്കണം. നിങ്ങൾ സമൂഹത്തിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ മാസ്കിൽ 3 ലെയർ ഉണ്ട്. നമ്മൾ കാണുമ്പോൾ വളരെ ലൈറ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് വെള്ളം എടുത്ത് നോക്കിയാൽ നിങ്ങൾ വെള്ളം എടുത്താൽ പുറത്ത് വരത്തില്ല. വെള്ളം എടുത്താൽ ഇപ്പുറ സൈഡിലും വെള്ളം എടുത്താൽ പുറത്ത് വരത്തില്ല. അത്രമാത്രം പ്രൊട്ടക്ഷൻ ഉള്ള സാധനമാണ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ലേയേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തേൽ കടന്നാലും രണ്ടാമത്തേൽ തട്ടും, അല്ലെങ്കിൽ മൂന്നാമത്തേൽ തട്ടി നിൽക്കും. ആ രീതിയിൽ പ്രൊട്ടക്ഷനുള്ള ഒരു മാസ്ക് ആണ് സർജിക്കൽ മാസ്ക്. ഇത് വെക്കുമ്പോൾ വള്ളി പിടിക്കുക, നേരെ നമ്മൾ മാസ്ക് ഇടുക, ഈ ഭാഗത്ത് ഈ മുഖത്തുള്ള ഭാഗത്ത് ഒന്ന് ടൈറ്റ് ചെയ്യുക, അതിൻ്റെ മുകളിലൂടെ കണ്ണാടി വെക്കുക, എന്നിട്ട് ബാക്കിൽ വേണമെങ്കിൽ ഒന്ന് ഒരു എക്സ്റ്റൻഡർ വെച്ചൊന്ന് ടൈ ചെയ്യുക. അപ്പം ചെവിയിലെ വേദനയും കുറയും, അതുപോലെ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ മുകളിലൂടെ വേണമെങ്കിൽ നമുക്കൊരു ക്ലോത്ത് മാസ്ക് കൂടെ ധരിച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ബലം കിട്ടും. ഇതൊരു നല്ല എഫക്റ്റീവ് മെത്തേഡാണ്. ഏകദേശം N95യുടെ എഫക്റ്റ് വരെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും. ഒരിടത്ത് പോയിട്ട് ഒരു 5,000 കിട്ടുന്നത് 50,000 കിട്ടുന്നത് കുറയ്ക്കാനായിട്ട് കഴിയും. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് മിസ്സായി പോയത് ആ ഒരു മെസ്സേജ്. ഇനി നിങ്ങൾക്ക് ഏതൊരു പനി വന്നാലും ഇപ്പോൾ കോവിഡായിട്ട് ചിന്തിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അപകട സൂചനകൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. 5 അപകട സൂചനകൾ എല്ലാ ദിവസവും നോക്കുക. അതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറുമായിട്ട് ഫോണിലെങ്കിലും സംസാരിച്ചിരിക്കണം. ആദ്യത്തത് ഓക്സിജൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ നല്ലതാണ്. പൾസ് ഓക്സിമീറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ്റെ ലെവൽ, പൾസ് ഓക്സിമീറ്റർ ഓൺ ആക്കുക, ജസ്റ്റ് പ്രസ് ചെയ്യുക, ഫിംഗർ വെക്കുക, നോക്കുക. SpO2 അതിനകത്ത് എഴുതി കാണിക്കും. SpO2 94% താഴെയാണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോവുകയും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ സഹായം തേടുക. രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ വിരലിൻ്റെ ഭാഗത്ത് പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ എഴുതി വരും. പൾസ് ഓക്സിമീറ്റർ ഇല്ലാത്തവർ, കാരണം പൾസ് ഓക്സിമീറ്റർ ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്നില്ല. ഞാനിപ്പോൾ 1000 ഇവിടുന്ന് കയറ്റി വിടുവാണ്, ദുബായിൽ നിന്ന് ഇപ്പം വിടുവാണ്. ഏകദേശം 500 ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പം അത് പൾസ് ഓക്സിമീറ്റർ ഇല്ലാത്ത സാഹചര്യം ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തള്ളവിരലിൻ്റെ ഈ ഭാഗത്ത് ഇവിടെയായിട്ട് നമ്മൾ പൾസ് നോക്കാം. ഇങ്ങനെ 1 മിനിറ്റ് നോക്കുക. സാധാരണ 100 നോർമൽ. 125ൻ്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഡേഞ്ചറസ് സൈനാണ്, ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്.
നമ്മുടെ കൈയുടെയും കാലിൻ്റെയും മൂക്കിൻ്റെ ഒക്കെ അറ്റത്ത് ചെറിയ നീല കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും, കാരണം ഹാപ്പി ഹൈപ്പോക്സിയ വളരെ കോമൺ ആണ്. മിനിയാന്ന് ഞാൻ കണ്ടൊരു പേഷ്യൻറ്റിന് 77 സാച്ചുറേഷൻ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്ന് കൂളായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ച് ശ്വാസം മുട്ടിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം വീട്ടിൽ ആ വ്യക്തി വീട്ടിൽ കുറച്ചേരോടെ ഇരുന്നാൽ അവിടെ കുഴഞ്ഞു വീണ് മരിക്കും, നമ്മൾ അറിയത്തു പോലുമില്ല. അപ്പോൾ ആ ഒരു ഹാപ്പി ഹൈപ്പോക്സി കോവിഡിന് അണ്ടർ എസ്റ്റിമേറ്റഡ് ആയിരുന്നു ആദ്യം. ഇപ്പം നമുക്ക് അതറിയാം. ഇപ്പോൾ പ്രിക്കോഷൻസ് എടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ അപകട സൂചനകൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നോക്കണം. ഇപ്പോൾ ഓക്സിജൻ നോക്കി, ഹാർട്ട് റേറ്റ് നോക്കി, കയ്യിലെ കളർ നോക്കി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ നഖത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വിരലിൻ്റെ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ വിടുന്ന സമയത്ത് എത്ര വേഗത്താണ് ആ റെഡ് കളർ റീഫിൽ ആവുന്നതെന്ന് നോക്കുക. എത്ര വേഗത്തിലാണ് ആ ബ്ലഡ് തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് കയറുന്നതെന്ന് നോക്കുക. അത് വളരെ വേഗത്തിലാണ് കയറുന്നെങ്കിൽ, അല്ലെങ്കിൽ 2 സെക്കൻഡിൽ താഴെ തന്നെ വളരെ വേഗത്തിൽ ഫില്ലാവും. നോർമലാണ്, എല്ലാവർക്കും ഫില്ലാവും. വളരെ സെക്കൻഡുകൾക്ക് മുമ്പ് തന്നെ ഫില്ലാവും. ഞാൻ മില്ലി സെക്കൻഡ് കൊണ്ട് ഫില്ലായി. അപ്പോൾ അങ്ങനെ ഫില്ലാവുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷറൊക്കെ നോർമലാണ്, നമ്മൾ കുഴപ്പമില്ല. ഇത് പ്രത്യേകിച്ചും കുട്ടികളിലാണ്. കുട്ടികൾക്ക് കോവിഡ് വരുമ്പോൾ അവർക്ക് വയറിളക്കം വരും, മറ്റു ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് നേരത്തെ അറിയാൻ കഴിയും ഈ കുട്ടി കൊളാപ്സ് ആവുന്നുണ്ടോ, ഈ കുട്ടി കൊളാപ്സിലോട്ടാണോ പോകുന്നത് നേരത്തെ തിരിച്ചറിയാൻ പറ്റും വീട്ടിൽ നിന്ന് തന്നെ. ഏറ്റവും അവസാനമായിട്ട് കിടക്കുക. കിടന്നതിന് ശേഷം വയറിൻ്റെ എത്ര പ്രാവശ്യം വയറ് പൊങ്ങുന്നതെന്ന് നോക്കുക. നോർമലായിട്ടൊരു നോർമലായിട്ട് ഒരാൾക്ക് 18 വയസ്സൊക്കെ കഴിഞ്ഞ വ്യക്തിയിൽ 30 പ്രാവശ്യത്തിൽ 20 നോർമൽ. 25 വരെ നമുക്ക് പനി ഉണ്ടെങ്കിലൊക്കെ കാണും. അതുകൊണ്ടാണ് 25 പറയാത്തത്. 30ന്റെ മുകളിൽ നിൽക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഈ 5 അപകട സൂചനകൾ എല്ലാ ദിവസവും 3 നേരം വെച്ച് നോക്കുക. എല്ലാ പനികളിലും പനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പാരസെറ്റമോൾ മാത്രം മതിയാവും. ധാരാളം വെള്ളം കുടിക്കുകയും കൃത്യമായി ഉറങ്ങുകയും വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുക. അല്ലാതെ മരുന്നുകളുടെ ആവശ്യം അപ്പോഴും ഇല്ല. ആൻറ്റിബയോട്ടിക് വേണ്ട. ഇപ്പോഴും ഐവർമെക്റ്റിനും അസിത്രോമൈസിനും കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതിൻ്റെ ആവശ്യമില്ല. അത് ഒരു തെളിയിച്ചിട്ടില്ലാത്ത കാര്യമാണ്. പല രാജ്യങ്ങളും അത് സ്റ്റോപ്പ് ചെയ്തു, കാരണം അത് പ്രൂവ് ചെയ്യാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പോഴും ഡൽഹിയിലും ഗുജറാത്തിലുള്ളവർ സ്ഥിരമായിട്ട് അത് കഴിക്കുകയാണ്. നമ്മൾ വിളിക്കുന്നവർക്ക് നമുക്കറിയാം. അപ്പോൾ അത് കഴിക്കാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൊണ്ടുപോവുക. അപകട സൂചന ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പം എപ്പോഴാണ് നമുക്ക് അറിയാവുന്ന അപകട സൂചന? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവായിട്ട് നിൽക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ചുമയുണ്ടെങ്കിൽ അത് ഇച്ചിരി കാര്യമാണ്. കാരണം ചുമയുണ്ടെങ്കിൽ ശ്വാസകോശത്തിൽ ഉണ്ട്. അപ്പോൾ ചുമയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ രീതിയിൽ ആവി പിടിക്കുന്നതാണ്. കാരണം ഞാൻ മ്യൂക്കസ് ഉണ്ട്. മ്യൂക്കസിൻ്റെ ഒരു കട്ടി കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, കൊറോണയെ കൊല്ലാൻ വേണ്ടി ആവി പിടിക്കുന്ന ഒട്ടും ഹെൽപ്പ് ചെയ്യില്ല. അത് തെറ്റിദ്ധാരണയാണ്. പക്ഷെ ആവി പിടിച്ച ഒത്തിരി ആളുകൾക്ക് ഇമ്പ്രൂവ്മെന്റ്, അതായത് പ്രത്യേകിച്ചും ആ കഫം ഒന്ന് ലൈറ്റ് ആവാനോ അല്ലെങ്കിൽ ആ മ്യൂക്കസ് ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടി മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. ഇനി രണ്ടാമത് പ്രോൺ പൊസിഷൻ ചെയ്യുക. കമിഴ്ന്ന് കിടക്കുക, നേരെ കിടക്കാതിരിക്കുക. കമിഴ്ന്ന് തന്നെ കിടക്കുക. മാക്സിമം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കമിഴ്ന്ന് കിടക്കുക. ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക, റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക, എഴുന്നേറ്റ് ഇരിക്കുക. ഒരു കാരണവശാലും നേരെ കിടക്കാതിരിക്കാൻ നോക്കുക. ഉറങ്ങുമ്പോൾ നിങ്ങൾ നേരെ കിടന്ന് ഉറങ്ങിക്കോളും 8 മണിക്കൂർ, കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ ഹാബിറ്റ് അതാണ്. അങ്ങനെ തന്നെ ഉറങ്ങണം. കാരണം ഉറക്കം വളരെ പ്രധാനമാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ നേരെ തന്നെ ഉറങ്ങുകയും ബാക്കിയെല്ലാം ചെയ്തോളൂ. ബാക്കിയുള്ള സമയത്ത് ഉണർന്നിരിക്കുന്ന 18 മണിക്കൂർ ഈ സമയം ഇങ്ങനെ ചരിഞ്ഞും കമിഴ്ന്നും ഒക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിലെ അറകളിൽ ഒരു ഭാഗത്ത് മാത്രം മ്യൂക്കസ് കെട്ടി നിൽക്കാതെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഐഡന്റിഫിക്കേഷനാണ്. ആ ഐഡന്റിഫിക്കേഷൻ മിസ്സാകുമ്പോഴാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ആരോമലിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. വളരെ കുറച്ചു നേരം കൊണ്ട് ഒരു 30-40 മിനിറ്റ് കൊണ്ട് ഈ ഏതാണ്ട് 250ഓളം കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് വാക്സിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് ഇപ്പോഴും ഡാനിഷിനെ ഇഷ്ടം. വളരെ സിമ്പിൾ വേർഡ്സില് ഒരു രീതിയിൽ പറഞ്ഞാൽ 250 പേരെയും ഒരു കോവിഡ് വാരിയേഴ്സ് ആയിട്ട് മാറ്റാൻ ഡാനിഷിന് കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ഡാനിഷ് ആൻസർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ചാറ്റ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ദർശന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ വന്നായിരുന്നു. ആസ്മ ഉള്ളവർക്ക് പറ്റിട്ട്, ആസ്മാനെ പറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആസ്മ ഉള്ളവർക്ക് വാക്സിൻ എടുക്കാമോ എന്നാണോ? അതെ, അതിനെ പറ്റിട്ട് അതിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഐ മിസ്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എനിക്കൊന്ന് 10 അസുഖം ഞാൻ എണ്ണി പറഞ്ഞുള്ളൂ. അതിന്റെ അകത്ത് ആസ്മ വിട്ടുപോയതാണ്. ആസ്മ, COPD എല്ലാവർക്കും കോവിഡ് വാക്സിൻ എടുക്കണം. അവർക്ക് എടുക്കണം. അപ്പൊ എല്ലാ അസുഖവും നമുക്ക് എടുക്കാൻ പാടില്ലാത്തത് ഡോക്ടർ ആരോമൽ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. ആ ഒരു കാറ്റഗറി മാത്രമാണ്. ബാക്കി എല്ലാവർക്കും എടുക്കാം. അപ്പൊ അതിന്റെ അകത്ത് ആസ്മയും വരും. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട്. നേരത്തെ വന്നൊരു വ്യക്തിയാണെങ്കിൽ ഡാനിഷ് ഇപ്പൊ ആദ്യത്തെ സ്പൈക്ക് ഇപ്പൊ ഒരു 3 മാസം മുമ്പ് കോവിഡ് വന്ന ഒരാളാണെങ്കിൽ വാക്സിൻ എടുക്കുന്നതാണോ നല്ലത്, അതോ ആന്റിബോഡി ചെക്ക് ചെയ്തിട്ട് വാക്സിൻ എടുക്കുന്നതാണോ? നമുക്ക് ഇപ്പോ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോ കോവിഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രലൈസിങ് ആന്റിബോഡി ചെക്ക് ചെയ്യാനുള്ള ലാബുകൾ
കേരളത്തിൽ അധികം ഇല്ല, ഇന്ത്യയിലാരും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ വാക്സിൻ നമ്മൾ ഒരിക്കൽ എടുത്തെന്ന് വീണ്ടും ഒന്നുകൂടെ എടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത്, ഇപ്പോൾ UAE ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കോവിഡ് വന്നു മാറിയവർ ഒരു മാസത്തിനകത്ത് നമ്മൾ ഒരു മാസം കഴിയുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ഡോസും കൊടുക്കും. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് കളയുമ്പോൾ വേണമെങ്കിൽ അവർക്ക് ആന്റിബോഡി ടൈറ്റർ ചെക്ക് ചെയ്യും. കാരണം നമുക്കിവിടെ ഉണ്ട്, അതിനുള്ള സൗകര്യമുണ്ട്. ആന്റിബോഡി ടൈറ്റർ ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ചില രാജ്യങ്ങളിൽ പറ്റില്ല, ആ ഒരു ടൈം എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു കോവിഡിൻ്റെ പാൻഡമിക്കിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പം ഒറ്റ കാര്യമേ പറയാൻ പറ്റുള്ളൂ, കോവിഡ് വന്നു മാറിയവർ ഒരു മാസം കഴിയുമ്പോൾ വാക്സിൻ എടുക്കാം, അടുത്ത ഡോസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. കോവിഡ് വാക്സിനേറ്റ് ചെയ്തിട്ട് എപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, അതൊരു വളരെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി ഞാനിത് പറയണമെന്ന് ഞാൻ ചിരിക്കുമായിരുന്നു. നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടൊരു റൂൾ കൊണ്ടുവന്നു. കോവിഡ് വാക്സിൻ സെക്കൻഡ് ഡോസ് കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോവിഡിന്റെ വാക്സിൻ എടുക്കാവൂ എന്നുള്ളത്. അല്ല സോറി, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നു. ഇപ്പം മനസ്സിൽ കുറെ കാര്യം കയറി വരുന്നുണ്ട്. അപ്പം അതായത് 2 ഡോസും കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള റൂളായിരുന്നു. നമ്മൾ ഡോക്ടേഴ്സും അതുപോലെ മെഡിക്കൽ അസോസിയേഷനൊക്കെ നമുക്ക് ഒത്തിരി ഹെൽത്ത് അതോറിറ്റിക്ക് നമ്മൾ മെയിൽ ചെയ്തു. ഞാൻ കുറേ ടോക്ക് അതിന് വേണ്ടി ചെയ്തതാണ്. എനിക്കൊന്ന് ചാനലിലൊക്കെ ഞാൻ പറഞ്ഞാണ് അങ്ങനെ. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും അതല്ല നിയമം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് തിരുത്തിയിട്ടുണ്ട്. ഏതൊരു വാക്സിൻ ആയാലും, ഇതൊരു കിൽഡ് വാക്സിനോ അതുപോലെ വെക്ടർ വാക്സിൻ ആയതുകൊണ്ട് ലൈവ് വാക്സിനെ അല്ല ഇത്, ഒറിജിനൽ വൈറസിനെ അല്ല നമ്മൾ കുത്തിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തതിന് ശേഷം 14 ദിവസം കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു വാക്സിനെ പോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് അറിയേണ്ടത്. ഏതൊരു വാക്സിൻ, ഫസ്റ്റ് ഡോസ് ആയാലും സെക്കൻഡ് ഡോസ് ആയാലും 14 ദിവസം കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഇന്ന് വന്ന നമ്മൾ ആക്ച്വലി അത് വിജയിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ബ്ലഡ് ഷോർട്ടേജ് കാരണം ഒത്തിരി ആളുകൾ മരിച്ചേനെ. അപ്പം അതൊരു വളരെ വലിയൊരു കാര്യമാണ്. ഇന്ന് വന്നതേ ഉള്ളൂ, ഇപ്പം റിപ്പോർട്ട് വന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് 4 മുതൽ 6 ആഴ്ച കഴിഞ്ഞിട്ടാണല്ലോ സെക്കൻഡ് ഡോസ് വാക്സിനേഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവർ ചോദിക്കുന്ന കുറച്ച് ദിവസം കൂടെ ലിങ്ക് ആയാലും കുഴപ്പമുണ്ടോ? സാധാരണ നമ്മൾ 3 മാസം വരെ വെയിറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഇപ്പം ഇത് 3 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A ആണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ ആണെങ്കിലും ഒരു 3 months ഡ്യൂറേഷനിലാണ് നമ്മളെല്ലാം എടുക്കുന്നത്. 3 monthsന്റെ അകത്ത് എടുക്കണം. 3 months കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇനിയും പഠന റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ 3 monthsന്റെ അകത്ത് എടുക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട, ഒറ്റ ഡോസ് എങ്കിലും കിട്ടിയാൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഒരു ഡോസോ വാക്സിൻ എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും വളരെ ക്രിട്ടിക്കലാണ്. എൻ്റെ ഒരു അമൃതയിൽ എന്നെ പഠിപ്പിച്ചിരുന്നൊരു സാറുണ്ടായിരുന്നു, ആഫ്രിക്കയിലായിരുന്നു. പുള്ളി ഒരു ഹോസ്പിറ്റലിൻ്റെ ഓണറൊക്കെ ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, കോവിഡ് വന്ന് വെന്റിലേറ്ററായിട്ട് മരിച്ചു. അവിടെ വാക്സിൻ ഇല്ല, അവിടെ വാക്സിൻ എത്തിയിട്ടില്ല. അപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് കിടന്ന് മരിച്ചുപോയി. അപ്പം അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ ഡോസെങ്കിലും കിട്ടിയവർ വളരെ എന്താ പറയുക, ഭാഗ്യവാന്മാരാണെന്ന് പറയണം. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. TT അലർജി ഉള്ളവർക്ക് വാക്സിൻ എടുക്കാമോ? എന്ത് അലർജി? TT സിവിയർ അനാഫിലാക്സിസ് വന്നിട്ടുണ്ടോ? ഇല്ല, അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സിവിയർ ആയിരിക്കാൻ വഴിയില്ല. സിവിയർ അല്ലെന്നുണ്ടെങ്കിൽ ഡാനിഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈൽഡ് അലർജി ആണെങ്കിൽ എടുക്കാം, സിവിയർ അലർജി ആണെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ട് എടുക്കാം. അതാണ് അത് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്നതിന് ശേഷം മാത്രമേ എടുക്കാവൂ, അല്ലാതെ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം ആരോമൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, പുതിയ വേരിയൻസ് വരുന്നുണ്ടല്ലോ. പുതിയ വേരിയൻസിനെ കുറിച്ച് കുറെ ജിജ്ഞാസ ഉണ്ട്. ഇപ്പൊ സമൂഹത്തിൽ പടരുന്നുണ്ട്. വാക്സിൻ ആവുന്നത് ആദ്യത്തെ വേരിയന്റ് ആണ്, പുതിയതിനെ ഇത് കവർ ചെയ്യൂ. അതെന്താണ് ഡാനിഷ് അതിനെ കുറിച്ച് അഭിപ്രായം? അതായത് നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വാക്സിനുകൾ ഒരു കോവിഡ് വൈറസിന്റെ അകത്ത് 30,000 പ്രോട്ടീനുകളുണ്ട്. അപ്പം ഇവ കിൽഡ് വാക്സിൻ ആണെങ്കിൽ ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ 20,000 അടുപ്പിച്ചുള്ള ന്യൂക്ലിയോടൈഡ് പൊടിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് ഇടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനുള്ള ആന്റിബോഡി ഉണ്ടാക്കാനായിട്ട് ശരീരം പ്രവർത്തിക്കും. എല്ലാത്തിനെതിരെ, കുറെ എണ്ണത്തിനെതിരെങ്കിലും ആന്റിബോഡി ഉണ്ടാവും. അപ്പം നമുക്ക് ആക്ച്വലി ഈ വൈറസിനെ പൊട്ടിക്കണമെങ്കിൽ കുറച്ച് ആന്റിബോഡി മതി. എവിടെയെങ്കിലും ഒരു ഭാഗം പൊട്ടിച്ചു കഴിഞ്ഞാൽ, തോട് പൊട്ടി അകത്ത് കയറിയാൽ ശരീരത്തിന് തോപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ കിൽഡ് വാക്സിനുകളെല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി വെക്ടർ വാക്സിൻ ആണെങ്കിലോ സ്പൈക്ക് പ്രോട്ടീനിലാണ് എന്ത് പറയുന്നത്, ഇത് പോയി അറ്റാച്ച് ആകുന്നത്. അപ്പോൾ സ്പൈക്ക് പ്രോട്ടീനാണ് നമ്മുടെ വെക്ടർ വാക്സിനിൽ വെക്കുന്നത്. സ്പൈക്ക് പ്രോട്ടീനിൽ തന്നെ ഏകദേശം 3000 എത്രയോ ഉള്ള വൈറസ് ന്യൂക്ലിയോടൈഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെല്ലാം 10, 20, 30. ഇപ്പം ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷൻ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് 30 അമിനോ ആസിഡ്സിന്റെ ചേഞ്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ വാക്സിൻ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇതിനെല്ലാം കവർ ചെയ്യുമെന്നാണ് കരുതുന്നത്. സൗത്ത് ആഫ്രിക്കൻ സ്ട്രെയിൻ ആയാലും ബ്രസീൽ സ്ട്രെയിൻ ആണെങ്കിലും കവർ ആകുമെന്നാണ് കരുതുന്നത്. പക്ഷേ ബ്രസീൽ സ്ട്രെയിനിൽ ചെറിയ വ്യത്യാസം, വളരെ മൈന്യൂട്ട് ആൾക്കാർക്ക് കവർ ചെയ്യുന്നില്ല എന്നുള്ളതും സംശയത്തിന് നേരിലാണ്. പക്ഷെ ഇപ്പോഴും പഠന റിപ്പോർട്ട് വന്നിട്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളൊരു പുതിയ വാക്സിൻ തയ്യാറാക്കേണ്ടതായിട്ട് വരും.
പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മാർഗമുള്ളത് വാക്സിൻ എടുക്കുക മാത്രമാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈറസിന്റെ ആ ഒരു ഏതെങ്കിലും ഒരു ഭാഗം അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഗ്നൻസി സമയത്ത് വാക്സിൻ എടുക്കാമോ? അതൊരു ചോദ്യമാണ്. ഇനി ഞാനും കൂടെ ഒരു ചോദ്യം ആഡ് ചെയ്യാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ അതിനു മുമ്പ് വാക്സിൻ എടുക്കുന്നതല്ലേ അത്യുത്തമം? ഓക്കെ, നല്ല ചോദ്യമാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് പിന്നെ വാക്സിൻ എടുക്കാനുള്ള പഠന റിപ്പോർട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നത്. ഒന്ന്. ഇനി പ്രഗ്നന്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നവർ സത്യം പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞ ഒരു മാസം ഒരു സേഫ് പീരീഡ് പറയുവാണെങ്കിൽ ശരിക്കും ഇമ്മീഡിയറ്റ്ലി എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു പഠനവും വന്നിട്ടില്ല. പക്ഷെ ഒരു പേഴ്സണൽ അഡ്വൈസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ബ്രദറിന്റെ അഡ്വൈസ് പറയുവാണെങ്കിൽ ഒരു 1 month വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് പഠന റിപ്പോർട്ടുകളൊന്നുമില്ല. ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള ആഹാരങ്ങളെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോ വാക്സിന്റെ കൂടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഫുഡ് ഐറ്റംസിനെ കുറിച്ച് എന്തെങ്കിലും നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് അങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു തെറ്റായ ഒരു ധാരണയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിലനിർത്താനായിട്ട് കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ സി പോലുള്ള ആഹാരങ്ങളും വൈറ്റമിൻ എ, ഡി ഒക്കെ പറയുന്നത് നമുക്ക് അഥവാ കോവിഡ് വന്നാൽ പോലും നമ്മുടെ ശരീരം തളരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വൈറ്റമിൻ എയും ഡിയും സിയും ഒക്കെ കഴിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ അത് ബൂസ്റ്റ് ചെയ്യുന്നില്ല ഒരിക്കലും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് അങ്ങനെയാണെങ്കിൽ ആരും മരിക്കില്ലല്ലോ. ദിവസവും എല്ലാവരും നെല്ലിക്ക കഴിച്ചുകൊണ്ടിരുന്നാൽ മരിക്കില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ മരിക്കില്ല. കാരണം അവർക്കും ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇത് തെറ്റിദ്ധാരണയാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നിലനിർത്താനും നമ്മൾ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിയാൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ്, നമ്മുടെ സ്ട്രെങ്ത് തരാൻ വേണ്ടിയൊക്കെ ഈ വൈറ്റമിൻസ് എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ടത് വൈറ്റമിൻ സിക്ക് എല്ലാ ഫ്രൂട്ട്സിലും ഉണ്ട് വൈറ്റമിൻ സി. പിന്നെ ഇപ്പം പുളിയുള്ള ഫ്രൂട്ട്സിലാണ് കൂടുതലും വൈറ്റമിൻ സി ഉള്ളത്. സ്ട്രോബെറി, എല്ലാ ബെറികളിലും വളരെ കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട്. പക്ഷെ അത് കൂടാതെ നമുക്ക് ഈ പുളി ഇഷ്ടപ്പെടാത്തവർക്ക് ഈ പപ്പായ, പേരക്കയിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ 342 എന്ന വീഡിയോയിൽ എത്ര മില്ലിഗ്രാം എത്ര കഴിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഡോക്ടർ ഡി ബെറ്റർ ലൈഫിനകത്ത്. അപ്പോൾ അത് ഒന്ന് നോക്കുക. പിന്നെ വൈറ്റമിൻ ഡി ആണെങ്കിൽ വെയിൽ കൊണ്ടാൽ മതി. ശരിക്കും 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിലാണ് കൊള്ളേണ്ടത്. അത് ഇളം വെയിൽ എന്നൊക്കെ പറയുന്ന തെറ്റിദ്ധാരണയാണ്. അത് അറിയാം, പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. 1980 പ്രൂവ് ചെയ്ത കാര്യമാണ്. ഇപ്പോഴും നമ്മുടെ ഇടയ്ക്ക് ആൾക്കാർക്ക് വിചാരിക്കുന്ന ഇളം വെയിൽ കൊണ്ടാലാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അത് തെറ്റാണ്. ഒരു 10 മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബോഡിയിൽ ഈ വൈറ്റമിൻ ഡി ഉണ്ടാവും. അപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതിരോധിക്കാൻ പറ്റും. ഇനി അഥവാ കഴിക്കാൻ പറ്റാത്തവർക്കാണ്, അല്ലെങ്കിൽ വെയിൽ കൊള്ളാൻ പറ്റാത്തവർക്കാണ് നമ്മുടെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് വളരെ റെയറായിട്ട് കഴിക്കാനായിട്ട് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ ഞാൻ പറഞ്ഞു, ഈ പച്ചക്കറികളിലും ഇലക്കറികളിലും എല്ലാം ഉണ്ട്. അല്ലാതെ നമ്മൾ ഈ മൈദ അടങ്ങിയ ആഹാരം പൂർണ്ണമായി ഒഴിവാക്കുക. നമ്മൾ പ്രതിരോധ ശക്തി തകർക്കുന്ന സാധനം കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സയനൈഡ് കഴിച്ചിട്ട് ഞാൻ ഏത് രക്ഷാമരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തകർക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ കുറയ്ക്കുന്ന സാധനങ്ങൾ കഴിച്ചിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായ മധുരപാനീയങ്ങൾ ഒഴിവാക്കുക. അത് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തിയെ തകർക്കും. കാരണം ഷുഗർ കൂടുന്നത് ശരീരത്തിന് നല്ലതല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നല്ല പായസമൊക്കെ കുടിച്ചിരിക്കുകയാണ് നമ്മൾ തന്നെ ഒരു കിറുങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഒരു മത്ത് പിടിച്ചെന്നൊക്കെ പറയും. അത് തന്നെയാണ് നമ്മുടെ ബ്ലഡിന്റെ സ്പീഡ് കുറയും. നമ്മുടെ എല്ലാ ഭാഗത്തും ന്യൂട്രിയൻസ് എത്തില്ല. നമുക്ക് കിഡ്നി ആണെങ്കിലും ഹാർട്ട് ആണെങ്കിലും എല്ലായിടത്തും ബ്ലഡ് അവർക്കും എത്തണം. ഹാർട്ടിന് വരെ ബ്ലഡ് എത്തിയാലേ ഹാർട്ടിന് ജീവിക്കാൻ പറ്റും. ഹാർട്ടിന്റെ അകത്ത് പോലും നമുക്ക് ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കണം നമ്മുടെ ഓരോ ആവശ്യം. അപ്പം സ്പീഡ് കുറയ്ക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് മധുരമായ പാനീയങ്ങൾ ഒഴിവാക്കുക, മൈദ അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് നമ്മുടെ ശരീരത്തിന് മോശകരമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് കഴിയും. അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ ഏത് ബൂസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പം പപ്പായ കഴിക്കുന്നു, പേരക്ക കഴിക്കുന്നു, ഉറങ്ങുന്നില്ല, മതി, നമ്മുടെ താളം തെറ്റി, നമുക്ക് പ്രതിരോധ ശക്തി കുറയും. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതിനെല്ലാത്തിനും തുല്യത കൊടുത്ത് പറഞ്ഞ 5 കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു പോയാൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ അതുപോലെ നിലനിർത്താനായിട്ട് കഴിയും. ഒരു ക്വസ്റ്റ്യൻ കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ നല്ലത് എപ്പോഴത്തെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കൂടെ ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നു P1.617 സ്ട്രെയിൻ, അതില് എവിടെയോ കണ്ടു കോവിഷീൽഡ് എഫക്റ്റീവ് അല്ലായിരുന്നു, അത് കോട്ടയം ഭാഗത്ത് കൂടുതലുണ്ടോ, അതുകൊണ്ട് കോവാക്സിൻ ആണോ എടുക്കുന്നത്? അതായത് പുതിയ സ്ട്രെയിനുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അത് തെളിവുകളില്ലെങ്കിൽ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 100% ഷുവറാണ്. ഞാൻ മാതൃഭൂമിയിലെല്ലാം പറഞ്ഞതാണ്. അപ്പം അന്ന് അവരെല്ലാം എതിർത്തു. അപ്പം അത് ഉറപ്പാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, കാരണം ആ സ്പീഡുണ്ട്. പക്ഷേ രണ്ടാമത് ഇവിടെ വാക്സിൻ എഫക്റ്റീവ് അല്ലെന്ന് എവിടെയും തെളിയിച്ചിട്ടില്ല.
ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഒരിക്കലും തെളിയിച്ചിട്ടില്ല. അത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. ഇനി മൂന്നാമത്, അച്ഛനാണോ അമ്മയാണോ നല്ലതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ മുമ്പിൽ ഇപ്പം അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഇവർ രണ്ടുപേരും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. കണക്കുകളും പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇത് രണ്ടും പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി തരാൻ രണ്ടുപേർക്കും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ് നല്ലതെന്ന് പറയാനായിട്ട് കഴിയില്ല. കോവിഷീൽഡ് അവൈലബിൾ ആയതുകൊണ്ട് എൻ്റെ റിലേറ്റീവ്സും എനിക്ക് അറിയാവുന്നവരെല്ലാം കോവിഷീൽഡാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ആരോമലും കോവിഷീൽഡ് ആയിരിക്കും എടുത്തത്. പക്ഷെ കോവാക്സിൻ എടുത്തവരും എനിക്കറിയാം. ഇവരുടെയൊക്കെ നമുക്കിനി കാലം തെളിയിക്കും ഇവർക്കൊക്കെ എന്താണ് മീൻസ് പ്രതിരോധ ശക്തി ആർക്കാണ് കൂടുതൽ എന്നുള്ളത്, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ബെറ്റർ എന്നുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോഴേ പറയാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ സൈഡ് എഫക്റ്റ് ഇല്ല. അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. അങ്ങനെ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ സ്പൈക്ക് ചെയ്യുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ വേവ് വന്നപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് നോർത്ത് ഇന്ത്യയിൽ മരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ട ന്യൂസുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നുണ്ട്. ഈ രണ്ടാമത്തെ സ്പൈക്ക് ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ ഒരു 20 ഇരട്ടി സ്പീഡ് വേവിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും ഡോക്ടേഴ്സിന്റെ ഡെത്ത് കുറഞ്ഞിട്ടുണ്ട്. സാധ്യത ഡോക്ടേഴ്സ് നേഴ്സസിന്റെ ഡെത്ത് കുറഞ്ഞിട്ടുണ്ട്. അത് വാക്സിൻ ആവാനുള്ള സാധ്യത വളരെ, അത് ആക്ച്വലി ഞാനിവിടെ കാണുന്ന പേഷ്യന്റ് എനിക്ക് കണ്ടറിയാം. നമ്മളിപ്പോൾ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്നുണ്ട്, വാക്സിൻ എടുത്തിട്ടുണ്ടോ, സെക്കൻഡ് ഡോസ് എപ്പോഴാണ് എടുത്തത്, അത് കഴിഞ്ഞ് എത്ര ദിവസമായി എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായിട്ട്. അപ്പം രോഗിയുടെ ഒരു പ്രോഗ്നോസിസ് നമുക്ക് നേരത്തെ ഇപ്പോൾ പറയാൻ പറ്റും ഏത് രീതിയിലാണ് പോകുന്നത്. എപ്പോഴും മനസ്സിലാക്കേണ്ട ആദ്യത്തെ 21 ദിവസം വളരെ ക്രൂഷ്യലാണ്. ആ 21 ദിവസത്തിനകത്ത് ഒന്നും പറ്റിയിട്ടില്ല, ഒരു പ്രശ്നം ഇല്ലെങ്കിൽ രോഗി കടന്നുപോയി, രക്ഷപ്പെട്ടു, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ 21 ഡേയ്സിനകത്ത് വളരെ കൃത്യ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാവുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ബാക്കി ട്രീറ്റ്മെന്റിലോട്ട് കടക്കുന്നത്. വാക്സിനെ കുറിച്ചാണോ? അതെ, വാക്സിനെ കുറിച്ചും ഇപ്പോഴത്തെ പ്രിക്കോഷൻസിനെ കുറിച്ചും. നമ്മുടെ ഈ എനിക്ക് തോന്നുന്നു വാക്സിൻ ഇനിയും ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. നമുക്ക് ഇപ്പോഴത്തെ പ്രിക്കോഷൻസ് പറയുവാണെങ്കിൽ, നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ആവശ്യമുണ്ടോ, നമ്മൾ ഈ യാത്ര പോകേണ്ട ആവശ്യമുണ്ടോ? എനിക്കിപ്പോൾ ഇന്നലെ ആക്ച്വലി പെരുന്നാൾ വരുവാണ്. അപ്പോൾ പെരുന്നാൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും, മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇന്ന് എൻ്റെ അടുത്ത് വൈഫ് പറയുമായിരുന്നു, നമുക്ക് പുറത്തു പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുത്താലോ. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കേണ്ട കാര്യമാണോ? നമുക്ക് ഇവിടുന്ന് തന്നെ പറ്റുമെങ്കിൽ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? ശരിയാണ്, അങ്ങനെ ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പ്രാവശ്യം ഒരു തോട്ട് കൊടുക്കുക. നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ചിന്ത കൊടുക്കുക. അങ്ങനെ ചിന്തിക്കുക ഫസ്റ്റ്. അപ്പം കുറേ യാത്രകളും ആഘോഷങ്ങളും സമ്മേളനം. ഇപ്പം ഞാൻ ഇന്ന് വെച്ചൊരു എനിക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിന് ചോദിക്കാൻ വേണ്ടി ഒരാൾ വിളിച്ചപ്പോൾ അയാൾ കല്യാണത്തിന് നിൽക്കുമോ, ഞാൻ ഒരു കല്യാണത്തിന് നിൽക്കുക പിന്നെ വിളിക്കാം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രമാത്രം എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമാണ്, എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇത്രയും പറഞ്ഞിട്ടും കല്യാണത്തിന് നിൽക്കുകയാണെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക, കല്യാണങ്ങൾ ഒഴിവാക്കുക. നമുക്ക് ഇപ്പം വെർച്വൽ ആയിട്ട് കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നടത്തുക. പാടാണ്, ഒരു ജീവിതത്തിൽ ഒരിക്കൽ വരുന്ന കാര്യമാണ്, ശരിയാണ്. പക്ഷേ അസുഖം സ്പ്രെഡ് ആവാതിരിക്കണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ ആൾക്കൂട്ടങ്ങൾ, ആഘോഷങ്ങൾ, സമ്മേളനങ്ങൾ, പിന്നെ പ്രാർത്ഥന കൂടിയിട്ട് ഈ സമയത്ത് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കുക. അതാണ് വേണ്ടത്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്, ഡബിൾ മാസ്ക് ചെയ്ത് പുറത്തു പോവുക. നിങ്ങൾ അഥവാ ഒരു ആൾക്കൂട്ടത്തിലോ ഒരു എയർപോർട്ടിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അടുത്ത ആൾക്കാർ കാണും. ആ സമയത്ത് നമുക്ക് ഏക പ്രൊട്ടക്ഷൻ ഈ 2 ഡബിൾ മാസ്ക് ചെയ്യുക. മാസ്കിൽ തൊടാതിരിക്കുക. തൊട്ട് കഴിഞ്ഞാൽ കൈകൾ മുഖത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് കൈകൾ ഒരു 20 സെക്കൻഡ് എടുത്ത് ക്ലീൻ ചെയ്യുക. ഇനി അടഞ്ഞ മുറിയിൽ നിങ്ങൾ ഒരു കാരണവശാലും കയറാതിരിക്കാൻ നോക്കുക. അഥവാ കയറുവാണെങ്കിൽ ഉടനെ തന്നെ അവിടുത്തെ വിൻഡോസും ഡോറും ഓപ്പൺ ചെയ്യുക. അവിടെ വെന്റിലേഷൻ ഉറപ്പ് വരുത്തുക. ഏതെങ്കിലും മീറ്റിംഗിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാളിൽ ഇരിക്കുവാണെങ്കിൽ പോലും, നിങ്ങളിപ്പം ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നു, അവിടെ എല്ലാം 2 മീറ്റർ ഗ്യാപ്പാണ് എന്ന് പറഞ്ഞ് വൈറസിന് അങ്ങനെ വരാതിരിക്കില്ല. അവിടെ ആ 2 മീറ്റർ ഗ്യാപ്പും അതിനോടൊപ്പം ആ റൂമിൽ വായുസഞ്ചാരം ഉണ്ടെങ്കിൽ അവിടെയാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അത് ഈ ഒരു കാര്യം ചിന്തിക്കാതെ പോകുന്നു. ആൾക്കാർ വിചാരിക്കുന്നു ഓക്കെ 49ാമത്തെ ആൾ വരെ സേഫാണ്, 50ാമത്തെ ആൾ കയറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയല്ല. അതുപോലെ തന്നെ 2 മീറ്റർ ഗ്യാപ്പ് ഇട്ടാൽ സേഫാണ്, അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് 2 മീറ്റർ ഗ്യാപ്പും അതിനോടൊപ്പം വായുസഞ്ചാരവും ആൾ കൂടാതെയും വരുമ്പോഴാണ് നമ്മൾ സേഫ് ആവുന്നത്. കോമൺ സെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഓരോ കാര്യം ചിന്തിക്കുക. നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ, എനിക്കിത് ടാക്കിൾ ചെയ്യാൻ കഴിയുമോ, അല്ലാതെ പോകാതെ ടാക്കിൾ ചെയ്യാൻ കഴിയുമോ, അങ്ങനെ ചിന്തിക്കുക. ഈ രീതിയിൽ കൊണ്ടുപോകുക. സർഫസ് ക്ലീനിങ്ങും ഓരോ സാധനങ്ങളും ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം അത് നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും കുറേ ദിവസം കഴിയുമ്പോഴേ. അപ്പോൾ അത് കാരണം ഈ സാധനങ്ങളിലൊക്കെ വൈറസ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ലോഡ് കുറവാണ്. 5-6 വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറും. പേരിന് മാത്രം ചിലപ്പോൾ കോവിഡ് വന്നു പോകും. പക്ഷേ നമ്മൾ അത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴാണ് കോവിഡ് പ്രശ്നം വരുന്നത്. കാരണം നമുക്ക് ഇറിറ്റേറ്റ് ആവും. എല്ലാ ദിവസവും ഇപ്പോൾ ഒരു കഴിഞ്ഞ 1.5 വർഷമായിട്ട് വീട്ടിൽ കയറി വരുമ്പോൾ എല്ലാ സാധനവും തുടയ്ക്കുന്നു, നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ സാധനവും ക്ലീൻ ചെയ്യുന്നു. ഇത് കുറേ ദിവസം ചെയ്ത് വരുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്രൈമറി കാര്യം മറന്നു പോകും.
മാസ്ക് ഒന്നും ഇടാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ബാക്കിയെല്ലാം അങ്ങ് ചെയ്യും. പക്ഷെ അത് ചെയ്തൊരു കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം, അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള. ആൾക്കൂട്ടങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളും ഒഴിവാക്കി നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കോവിഡ് വരാതെ നോക്കും. കോവിഡിന്റെ സിവിയാരിറ്റി കുറയ്ക്കാൻ പറ്റും, ലോഡ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് ഡോക്ടർ ആരോമൽ പറയാനുള്ളത്. താങ്ക് യു ഡാനിഷ്. അപ്പൊ എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത്, കോവിഡിന്റെ ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് ലൈൻ വാരിയർ ആണ് ഡാനിഷ്. എപ്പോഴും ഡോക്ടർ ഡാനിഷ് ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഡാനിഷിന് ഒരു സ്വന്തം പേജ് ഉണ്ട്, ഡോക്ടർ ഡി ബെറ്റർ ലൈഫ്, അല്ലെ? ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ആരോമൽ ഒത്തിരി ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്യാം. താങ്ക്സ് ലോട്ട്. കാര്യം ഒരു വളരെ ഷോർട്ട് സ്പാനിൽ ഇത്രയും ബ്രീഫായിട്ട് ഡാനിഷെ കൊണ്ട് മാത്രമേ ഇത്രയും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റൂ. താങ്ക് യു. ദർശന, എനിക്കൊരു കാര്യം ആഡ് ചെയ്യാൻ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഇപ്പം ഇതിനകത്തുള്ള ഇന്നിപ്പം എനിക്ക് ഒരു കോള് വന്നായിരുന്നു. IMA എന്നാണ് ആക്ച്വലി. IMAയിലെ കുറേ സ്റ്റുഡൻസ്, ഏകദേശം ഒരു 50 സ്റ്റുഡൻസ് അവർക്ക് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എനിക്കിപ്പോൾ 6 സ്റ്റാഫുണ്ട്. 6 സ്റ്റാഫിന് കിട്ടുന്ന ചോദ്യങ്ങളെക്കാട്ടും കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗിലാണ് നമ്മൾ നിൽക്കുന്നത്. അടിയിലോട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് കൂടുതൽ വോളണ്ടിയേഴ്സ് ആണ്. ഈ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണം. അതിൻ്റെ അകത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വേണം. എനിക്കിപ്പോൾ 50 പേരെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇപ്പോൾ കേരളത്തിന് വേണ്ടി 10 പേരെ സെലക്ട് ചെയ്തു, IMA തന്നെ. അപ്പോൾ അവർ നാളെ തൊട്ട് ഈ 6 പേരുടെ കൂടെ 10 പേരുടെ ആഡാവുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും അവർക്ക് കോവിഡ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗിക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ സൂം വഴി ലിങ്ക് അയച്ചു കൊടുക്കും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേഷ്യൻറ്റും ഇവരും തമ്മിൽ സംസാരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വോളണ്ടിയറായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കുക. കാരണം ഇതൊരു മഹാമാരിയാണ്. നമ്മൾ മനുഷ്യന്മാരെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ബാക്കി വൈറസ് എന്തായാലും അപ്പുറ സൈഡിലാണ്. ഈ സമയത്ത് രാഷ്ട്രീയവും അതുപോലെ മതവും എല്ലാം മാറ്റിവെക്കുക. ഒറ്റക്കെട്ടായിട്ട് ഒരേ രീതിയിൽ മറ്റുള്ളവരെ പഠിപ്പിച്ച് ഈ സമയത്ത് ഫൈറ്റ് ചെയ്ത് നമ്മൾ തോപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒത്തിരി മരണം ഉണ്ടാവും. നമ്മൾ 3% മരണനിരക്കാണ്, സത്യമാണ്. പക്ഷേ കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടാതിരുന്നാൽ 10-15% ഒക്കെ ആവാം. അത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായിട്ട് NSS വോളണ്ടിയർ കൂടിയായ സെമി ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മനസ്സ് നന്നാവട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കോവിഡിന്റെ 2ാം തരംഗം അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കോവിഡ് വാക്സിൻ അവബോധന പരിപാടിയായ പ്രത്യാശ എന്ന ഓൺലൈൻ പ്രോഗ്രാം നടത്താൻ NSS DMC തീരുമാനിച്ചത്. ആദ്യമായി തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇൻട്രൊഡക്ഷൻ നൽകിയ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ ദർശന മിസ്സിന് എന്റെ വ്യക്തിപരമായ പേരിലും NSS യൂണിറ്റിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് നമ്മുടെ വിശിഷ്ട അതിഥികൾക്കാണ്. ഈ സാഹചര്യത്തിലും അവരുടെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുകയും നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആക്കുകയും ചെയ്ത ഡോക്ടർ ഡാനിഷ് സലീമിനും ഡോക്ടർ ആരോമൽ ചേകർവൈസിനും സ്നേഹത്തോടെ എന്റെ പേരിലും NSS BMCയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ പിന്നിൽ പ്രവർത്തിച്ച NSS POമാർക്കും ടെക്നിക്കൽ ടീംസിനും അതോടൊപ്പം വോളണ്ടിയേഴ്സ്